ഹലോ വെൽക്കം ടു ലീഗൽ ബ്രീഫ്. ഇതിന്റെ റിവിഷൻ സെക്ഷൻ 115 അകത്താണ് CPSൽ റിവിഷനെ കുറിച്ച് പറയണത്. ഇത് ഹൈക്കോർട്ടിലാണ് റിവിഷൻ നടക്കുന്നത്. ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള ഇതാണ് റിവിഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ആണ്. ഇത് വരണേന്ന് വെച്ചാൽ പ്രൊസീജിയർ ഇറഗുലാരിറ്റി കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കേസ് കൊടുത്ത് അതിലെന്തെങ്കിലും പ്രൊസീജിയർ ഒരു ഇറഗുലർ ആയിട്ടല്ല, നമുക്ക് ഇറഗുലർ ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈക്കോടതിയിൽ റിവിഷന് വേണ്ടി നമുക്ക് 30 ഡേയ്സിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതായത് 30 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, റിവിഷന് അപ്ലൈ ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഹൈക്കോർട്ട് റീ എക്സാമിൻ ചെയ്യുക, അതായത് നമ്മുടെ കേസിനെ റീ എക്സാമിൻ ചെയ്യാനായിട്ടാണ് ഈ റിവിഷൻ എന്ത് ചെയ്യുന്നത്, ഹൈക്കോർട്ടിൽ കൊടുക്കുന്നത്. ഇത് നോൺ അപ്പീലബിൾ കേസസിനും നമുക്ക് എന്ത് ചെയ്യാം, റിവിഷന് കൊടുക്കാം. അതായത് അപ്പീൽ ചെയ്യാൻ പറ്റാത്ത കേസസും എന്ത് ചെയ്യാം, റിവിഷന് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത കോടതി എന്തെങ്കിലും ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത റിവ്യൂ സെക്ഷൻ 114ലാണ് റിവ്യൂ പറയണത്. അതുപോലെ തന്നെ ഓർഡർ 47ലും റിവ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. റിവ്യൂ മീൻസ് എന്താണ്, റീവാലുവേഷൻ. നമ്മളുടെ സെയിം കോടതി, നമ്മൾ എവിടെയാണോ കേസ് ഫയൽ ചെയ്തത് അതേ സെയിം കോടതിയിൽ തന്നെ നമുക്ക് റീവാലുവേഷന് കൊടുക്കാം. അതിനെയാണ് റിവ്യൂ എന്ന് പറയുന്നത്. വീണ്ടും റീകൺസിഡർ ചെയ്യുക. ഈ സെയിം കോടതിയിൽ, ഹയർ കോടതിയിലോട്ടൊന്നും അല്ല, ഹൈക്കോർട്ടിലും അല്ല, നമ്മൾ എവിടെയാണോ കേസ് കൊടുക്കുന്നത് അതേ സെയിം കോടതിയിൽ തന്നെ നമ്മൾ കൊടുക്കുക. ഇത് മെയിനായിട്ട് വരുന്നത് പുതിയ എവിഡൻസോ പുതിയ എന്തെങ്കിലും കാര്യം കണ്ടുപിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാലോ, പിന്നെ നമ്മൾ കൊടുത്ത റെക്കോർഡ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ഇറേഴ്സോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റിവ്യൂ ഓപ്ഷൻ അവിടെ അപ്ലൈ ചെയ്യും. ഇനി റെഫറൻസ് സെക്ഷൻ 113, പിന്നെ ഓർഡർ 46, റെഫറൻസ് സെക്ഷൻ 113 ഓർഡർ 46ലാണ് റെഫറൻസിനെ കുറിച്ച് പറയണത്. ഈ റെഫറൻസ് നടക്കുന്നത് ഹൈക്കോർട്ടിലാണ് റെഫറൻസ് നടക്കുന്നത്. ഇത് വരണമെന്ന് വെച്ചാൽ നമ്മളൊരു കേസിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഏതൊരു സമയത്ത് വേണോ നമുക്ക് എന്ത് ചെയ്യാം, റെഫറൻസ് ചെയ്യാം. അതായത് മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ കോർട്ടിൽ ഒരു കേസ് നടക്കുകയാണ്. ഈ കേസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് അറേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തരത്തിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ഡിസിഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കേസിന് എന്ത് ചെയ്യും, ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ചേർന്നിരുന്ന് റെഫർ ചെയ്ത് എന്ത് ചെയ്യും, കേസിന് ഡിസിഷൻ കണ്ടുപിടിക്കും. അതിനാണ് ഈ റെഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.